അഞ്ചപ്പവും 2 മീനും. ഒരിക്കൽ യേശുനാഥൻ ഗലീല തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോയി. യേശുവിനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ ചുറ്റും തിങ്ങിക്കൂടി. നേരമിരുണ്ടു, എന്നിട്ടും ആളുകൾ തുരുതുര വന്നുകൊണ്ടിരുന്നു. യേശുവും ശിഷ്യന്മാരും അവിടെ കണ്ട ഒരു പുൽത്തകിടിയിൽ ഇരുന്നു. എന്നിട്ടും ജനങ്ങൾ പിരിഞ്ഞുപോയില്ല. അവർ 5000-ഓളം പേരുണ്ടായിരുന്നു. തന്നെ അനുഗമിക്കുന്ന ഈ ജനക്കൂട്ടത്തിന് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് യേശുനാഥൻ മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസ്, ഇത്രയും ജനങ്ങൾ നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്നല്ലോ. ഇവർക്ക് ഭക്ഷിപ്പാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും? ഇത് കേട്ട് അമ്പരന്ന ഫിലിപ്പോസ് പറഞ്ഞു, ഗുരു, ഇത്രയും പേർക്ക് അപ്പം വാങ്ങാൻ ധാരാളം പണം വേണ്ടിവരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 വറുത്ത മീനുമുണ്ട്. പക്ഷേ അതുകൊണ്ട് എത്ര പേർക്ക് വിളമ്പാൻ? ജനങ്ങളെയെല്ലാം താഴെയിരുത്താൻ യേശുനാഥൻ കൽപ്പിച്ചു. ഇതെന്ത് ഭ്രാന്തെന്ന മട്ടിൽ ശിഷ്യന്മാർ തമ്മിൽ നോക്കി മുറുമുറുത്തു. അവിടെ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനും എടുത്തു വാഴ്ത്തിയിട്ട് അത് എല്ലാവർക്കും പങ്കുവച്ചു കൊടുക്കുവാൻ ഗുരുനാഥൻ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ശിഷ്യന്മാർ ഗുരുവിനെ അനുസരിച്ചു. വിളമ്പി വിളമ്പി അവരുടെ കൈകൾ കുഴഞ്ഞു. അവിടെ കൂടിയിരുന്ന 5000 പേരും തൃപ്തിയോടെ അപ്പവും മീനും ഭക്ഷിച്ചു. എന്നിട്ടും 12 കുട്ടയോളം അപ്പം ബാക്കി വന്നു. 5 അപ്പം കൊണ്ടും 2 മീൻ കൊണ്ടും 5000-ങ്ങളെ തീറ്റാൻ കഴിഞ്ഞ ഗുരുനാഥൻ്റെ മഹത്വം അവരെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഗുരുവിനോടുള്ള ബഹുമാനാദരങ്ങൾ കൊണ്ട് അവരുടെ ശിരസ് താനെ കുനിഞ്ഞു. അവർ ഗുരുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങേ ഞങ്ങൾ സംശയിച്ചു. ഇത്രയും പേരെ എങ്ങനെ തീറ്റുമെന്ന് ഞങ്ങൾ പരസ്പരം ചോദിച്ചു. പക്ഷേ ദൈവപുത്രനായ അങ്ങേക്കിത് നിഷ്പ്രയാസം സാധിച്ചു. ഗുരു ക്ഷമിച്ചാലും. ശിഷ്യരെ, ദൈവഹിതത്തിൽ നാം ചെയ്യുന്നതെന്തും നിറവേറ്റപ്പെടും. ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ സസന്തോഷം അനുഗ്രഹിച്ചു.